ജബ ടോക്കീസിലേക്ക് സ്വാഗതം. കില്ല് എന്ന് പറയുന്ന ബോളിവുഡ് സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കില്ലിനെ ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ഐക്കോണിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയായിട്ട് പരിഗണിക്കേണ്ടി വരും. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അതേപോലെ തന്നെ വയലൻസ് ഒട്ടും കുറയാത്ത വിധത്തിലാണ് കിൽ എടുത്തു വെച്ചിട്ടുള്ളത്. കില്ല് ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിൽ ഒരു സിമ്പിൾ സ്റ്റോറി ലൈനാണ്. ആ സ്റ്റോറിയിൽ ഇമോഷൻസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുമ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കിട്ടുന്നുമുണ്ട്. ചുമ്മാ ഒരു എന്താ പറയുക, ഒരു ആക്ഷൻ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കഥയായിട്ടല്ല കിൽ എന്ന് പറയുന്ന സിനിമ വരുന്നത്. ഈ സിനിമയിൽ എല്ലാവരും പുതിയ മുഖങ്ങളാണെന്നുള്ള പ്രത്യേകതയുണ്ട്. ആശിഷ് വിദ്യാർത്ഥിയൊക്കെ ഒഴിച്ചിട്ട്. എന്നാൽ പോലും അവരുടെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് മികച്ചതാണ്. പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ അവർക്ക് 100-ൽ 100 മാർക്ക്. ആക്ഷൻ അല്ലാത്ത രംഗങ്ങളിൽ പോലും ഇവരുടെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നായക നടനായ ലക്ഷ്യ, അതേപോലെ തന്നെ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത രാഘവ് ജുവൽ, ഇവരുടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ രാഘവ് ജുവലിന്റെ ഫാൻസിന് അറിയാം അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സ്ലോ മോഷൻ കിങ് എന്നൊക്കെ വിളിക്കുന്നതെന്ന്. പിന്നെ ഈ സിനിമയിലെ വില്ലന്മാരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മനുഷ്യത്വമുള്ള ഒരു കൂട്ടരാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വില്ലന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹതപിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കുന്ന തരത്തിലുള്ള വില്ലന്മാരാണ്. എന്നാൽ പോലും ഇവരുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഇത്രയ്ക്കും ക്വിക്ക് ആക്ഷൻ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഇത്രയ്ക്കും അക്രമാസക്തമായിട്ടുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയെ ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നതും ഒരു സംശയമാണ്. ഇത് കാണാനുള്ള മറ്റൊരു കാരണം കൂടി പറയുകയാണെങ്കിൽ, ജോൺ വിക്കിന്റെ ഡയറക്ടറായിട്ടുള്ള ചാഡ് സഹേൽസ്കി ഈ സിനിമ കണ്ടിട്ട് റീമേക്ക് ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മനസ്സിലാകുന്നതാണ് ഈ പടത്തിന്റെ റേഞ്ച് എന്താണെന്ന്. ഈ സിനിമയുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ റിലാക്സ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ ഫുൾ ആക്ഷനാണ്. എന്തായാലും ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളേതായിട്ടുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകളുടെ ഒരു ലിസ്റ്റും കമന്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് ജബ്ബ ടോക്കീസിൽ വീണ്ടും വരാം.